ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നൂഡിൽസ് പക്കവടയാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാഗി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്കവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് മാഗിയാണ് എടുക്കുന്നത്. ഇനി വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. നൂഡിൽസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് മാഗിയിൽ 2 പീസായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പീസ് മാഗി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 പാക്കറ്റ് മാഗി മസാല ഇട്ട് കൊടുക്കുക. ഈ ഒരു മാഗി മസാല നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉള്ളതാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാഗി നന്നായിട്ട് വേവിച്ചെടുക്കരുത്, ഒരു 80% വേവിച്ചെടുക്കുക. ഇപ്പോൾ നൂഡിൽസ് ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി നൂഡിൽസ് ചൂടാറിയ ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. പൊട്ടാറ്റോ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നൂഡിൽസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദയുടെ ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് വേണം. നൂഡിൽസ് ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഓരോന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇത് മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്ത് നൂഡിൽസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പക്കവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൂഡിൽസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തും നൂഡിൽസ് ആകുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നൂഡിൽസ് എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോ ബോൾസും വെച്ച് കൊടുക്കുക.
എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം മാത്രം ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് അതിലെ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുള്ളൂ. നൂഡിൽസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് പക്കോട റെഡി ആയിട്ടുണ്ട്. പക്കോടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പക്കോട ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.